നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവന പുനരുദ്ധാരണ തുക വിതരണം ചെയ്തു. ആദ്യ ഗഡുവിന്റെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. ജനറൽ വിഭാഗത്തിൽപ്പെട്ട നിർധനരായ 420 കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ തുക അനുവദിച്ചത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,10,00,000 രൂപ മുടക്കി ജനറൽ വിഭാഗങ്ങൾക്ക് ഭവന പുനരുദ്ധാരണത്തിന് നൽകുന്ന തുകയുടെ ആദ്യ ഗഡു വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് പൊതുവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ചെറിയൊരു കൈത്താങ്ങായിട്ട് ഒരു വീട് മെയിൻ്റനൻസിന് പൈസ കൊടുക്കുക എന്നത്. നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ മത്സരിക്കാൻ ചെന്ന സമയത്ത് ചിലരൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെട്ട കാര്യമായിരുന്നു, ഞങ്ങളുടെ വീട് ഒന്ന് നന്നാക്കണം. നിങ്ങൾക്കൊക്കെ വലിയ വലിയ ആവശ്യങ്ങളില്ല, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. നല്ലൊരു വീട്ടിൽ കിടക്കുക, കുറച്ച് തേച്ചിലങ്കിൽ ടൈൽസ് ഒക്കെ ഇട്ട് ഭിത്തി പെയിന്റ് അടിച്ച് അല്ലെങ്കിൽ മേൽക്കൂര പ്ലാസ്റ്റർ ചെയ്ത് ചോർച്ച ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടണമെന്നുള്ള ചെറിയ ആഗ്രഹങ്ങളെ നിങ്ങൾക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് വലിയ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നഗരസഭയിൽ നിന്ന് നടത്തി തരണമെന്നില്ല. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് 70 ലക്ഷം രൂപ 3 വർഷങ്ങളിലായിട്ട് 50,000 രൂപ ഓരോ ഗുണഭോക്താവിനും കൊടുത്തുകൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഗഡുവാണ്, രണ്ടാമത്തെ ഘട്ടമാണ്. നമ്മളിപ്പോ ഈ 24-25 വർഷത്തിൽ അത് തീരാറായി, മാർച്ചായി ഈ സമയത്ത് കൊടുക്കുന്നത്. വൈസ് ചെയർമാൻ KP സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പൊതുവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി 50,000 രൂപ നമ്മുടെ നഗരസഭ കൊടുക്കുകയാണ്. നമ്മുടെ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചത്. മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ, പട്ടികജാതിക്കാർ തുടങ്ങിയിട്ടുള്ളവർക്ക് ഇതിനു മുമ്പും പദ്ധതി വിഹിതമായിട്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള മെയിൻ്റനൻസിന് പണം മാറ്റിവെക്കാറുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, വത്സല വർഗീസ്, കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ, ഏലിയാമ്മ ഫിലിപ്പ്, ഗിരീഷ് കുമാർ P, മോളി വലിയകട്ടയിൽ, ജോജിമോൻ ചാരുപ്ലാവിൽ, അന്നമ്മ ഡോമി, പ്രശാന്ത് മമ്പുറത്ത്, നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ V എന്നിവർ പങ്കെടുത്തു. വീട് പണം നൽകുക എന്നുള്ള പദ്ധതി ഇതിന്റെ ആദ്യഘട്ടം കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊടുക്കുകയും 100-ൽ പരം വരുന്ന ആളുകൾ അതിന്റെ ഗുണഭോക്താക്കളായി മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. രണ്ടാം ഘട്ടത്തിലാണ് നിങ്ങളെല്ലാവരെയും വിളിച്ച് ഇതിന്റെ രണ്ടാം ഗഡുവിന്റെ ഉദ്ഘാടനം ഇവിടെ ഔപചാരികമായി നിർവഹിക്കപ്പെടുന്നത്. ഏകദേശം 80ഓളം വരുന്ന ആളുകളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. വിചാരിച്ച അത്ര ആളുകൾ എത്തിയിട്ടില്ല എന്നുള്ള കാര്യവും ഖേദകരമാണ്. നഗരസഭ ഇങ്ങനൊരു പദ്ധതി ഇവിടെ വയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി, വർഷങ്ങളായി നമ്മുടെ നഗരസഭയിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് മെയിൻ്റനൻസ് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ വാർഡ് സഭ തൊട്ട് വീടുള്ള എല്ലാ വാർഡ് സഭകളിലുമുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് മെയിൻ്റനൻസ് നൽകണം എന്നുള്ളതായിരുന്നു. ജനറൽ വിഭാഗത്തിൽപ്പെട്ട നിർധനരായ 420 കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ ഭവന പുനരുദ്ധാരണത്തിന് തുക അനുവദിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.